റോഡും വൈദ്യുതിയും ഇല്ലാതെ എന്ത് പുനരധിവാസം എന്നാണ് ചുള്ളിയാകം ഉന്നതിയിലെ കുടുംബങ്ങൾക്ക് ചോദിക്കാനുള്ളത്. പക്ഷാഘാതം പിടിപെട്ട് കിടക്കുന്ന വൃദ്ധം മുതൽ പിഞ്ചു കുഞ്ഞുവരെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിന്റെ ദുരിതം പേറുകയാണ്. വേനൽക്കാലമാണ്, സഹിക്കാൻ കഴിയാത്ത ചൂടുണ്ട്. 4 വീടുകളിലെ ഇതുവരെ വൈദ്യുതി കണക്ഷൻ ലഭിച്ചിട്ടുള്ളൂ. പിഞ്ചു കുഞ്ഞു മുതൽ പക്ഷാഘാതം പിടിപെട്ട വൃദ്ധൻ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ദുരിതം പേറുകയാണ്. കൊച്ചുണ്ടായതുകൊണ്ട് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ചൂടും ബുദ്ധിമുട്ടാണ്. കൊച്ചിന് കറണ്ടില്ലാതെ പറ്റുന്നില്ല. അതുപോലെ അച്ഛന് ഭയങ്കര ഇതൊക്കെയാണ്. പിന്നെ അടുക്കളയിലൊക്കെ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു വട്ടേ ഇട്ടിട്ടുള്ളൂ, ഒരു ബെബേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും കൂടെ തികയില്ല. അത് കറണ്ട് വേണം. പിന്നെ രാത്രി ഭയങ്കര കർച്ചതായിരിക്കും. നമുക്ക് പെട്ടെന്ന് എണ്ണീറ്റ് വെട്ടമില്ലാത്തത് കൊണ്ട് എണ്ണീറ്റ് കഴിഞ്ഞാൽ ടോർച്ചൊക്കെ ഒടിച്ചു കൊടുക്കുക. മാരക രോഗങ്ങളുടെ പിടിയിൽ ചികിത്സാ സൗകര്യത്തിനും മറ്റുമായാണ് 5 കുടുംബങ്ങൾ വീട് പണി പൂർത്തിയാകും മുൻപേ ഇവിടേക്ക് താമസം മാറ്റിയത്. കാട് കയറിയാൽ അവിടെയുമുണ്ട് ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരകമായ രോഗം നേരിടുന്ന നിസ്സഹായരായ മനുഷ്യർ. എനിക്ക് ആഴ്ചയിൽ 3 ഡയാലിസിസ് ഇപ്പം നിലവിൽ ആവശ്യമുണ്ട്. 12 വർഷം മുമ്പ് കിഡ്നി മാറ്റി വെച്ചതാണ്. അതുപോലെ ഇപ്പം മലയിൽ താമസിക്കുന്ന ആളുകളിൽ ഒരാൾ ഇവിടെ വീടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് ക്യാൻസർ വന്നിട്ട് മരിച്ചുപോയി. അവർക്ക് ഇവിടെ താമസിക്കാനായിട്ട് പറ്റിയില്ല. വേറൊരാളിപ്പം ഹാർട്ടിന്, ഹൃദയത്തിന് വാൽവിൻ്റെ ഓപ്പറേഷൻ വേണം. ആൾക്ക് ഇപ്പോൾ ഇവിടെ വീടുണ്ട്, വീടിൻ്റെ പണി ഏകദേശം പൂർത്തിയാക്കി. പക്ഷേ ഇങ്ങോട്ട് ഈ പറഞ്ഞ തന്നെ അസൗകര്യം കാരണം വരാൻ പറ്റാത്തതുകൊണ്ട് ബന്ധു വീട്ടിലേക്കാണ് ആളെ കൊണ്ടുപോയേക്കണേ. ഇനി വഴിയുടെ കാര്യത്തിലേക്ക് വരാം. ഈ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലമാണ് 17 കുടുംബങ്ങൾക്കായി പദ്ധതിയിൽ വഴിക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്നാണ് ഈ കുടുംബങ്ങളെ സർക്കാർ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനമെടുക്കുന്നത്. ജീവിക്കാൻ കെട്ടിടം മാത്രം മതിയോ? കറന്റും വെള്ളവും വഴിയുമില്ലാതെ എന്തു പുനരധിവാസം എന്നാണ് ഈ 17 കുടുംബങ്ങൾക്കും ചോദിക്കാനുള്ളത്. ക്യാമറമാൻ ഷിജിൻ അരിപ്പറ്റയ്ക്കൊപ്പം CP അഖില, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.